തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഓരോ പ്രഭാതവും അവൾക്ക് സമ്മാനിച്ചത് ഒത്തിരി വേദനകളായിരുന്നു. ശരീരവും മനസ്സും ഒക്കെ തളർന്നു പോകുന്ന രീതിയിലുള്ള വേദനകൾ. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവാത്ത രീതിയിലായിരുന്നു പല പ്രഭാതത്തിലും അവൾ ഉണർന്നിരുന്നത്. ഒന്ന് എഴുന്നേറ്റ് നടക്കാനൊക്കെ സാധിക്കാത്തൊരു മനുഷ്യരെ ഒന്ന് വെറുതെ ഒന്ന് ഭാവനയിൽ ചെയ്താൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം വേദന അനുഭവിക്കണം. പക്ഷേ ഇത്രയും വേദനയിലൂടെ കടന്നു പോകുമ്പോഴും അല്ലെങ്കിൽ ഇത്രയും സഹനങ്ങളുടെ പെരുമഴക്കാലത്തിലൂടെ കടന്നു പോകുമ്പോഴും അവൾ പുഞ്ചിരിക്കുകയായിരുന്നു എന്ന് പറയും. അവളുടെ ആ പുഞ്ചിരി സഹനത്തിൻ്റെ പുഞ്ചിരിയായിരുന്നു അത്രേ. സഹനത്തിൽ പുഞ്ചിരിക്കാൻ അത്ര എളുപ്പമല്ല. സന്തോഷത്തിൻ്റെ സമയത്ത് പുഞ്ചിരി നമ്മുടെ മുഖത്തും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ വിരിയും. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ ഈ ഒരു സഹനങ്ങളുടെ സമയത്ത് ഇത്രയും ഹർഷാരവത്തോടെ പുഞ്ചിരിക്കാനും അതിൽ ആനന്ദിക്കാനും ഒക്കെ ഒരു സ്ത്രീക്ക് പറ്റിയത് വിശുദ്ധ അൽഫോൻസമ്മയുടെ ജീവിതം ഈ പറയുന്നത്. മുട്ടുച്ചിറയിൽ ഭരണകാലത്തൊക്കെ കുറേ നാൾ മഠത്തിലായിരുന്ന ഒരു പാവം കന്യാസ്ത്രീ. വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജീവിതത്തിൽ. എത്രത്തോളം വേദന അനുഭവിക്കാം അത്രത്തോളം വേദന. കിടപ്പ് രോഗികളൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അവരൊക്കെ കാണാൻ പോകുമ്പോൾ വല്ലാതെ പൊള്ളിയിട്ടാണ് തിരിച്ചു വരിക. കാരണം അവർ ഒരുപാട് പരാതി പറയുകയും നിരാശപ്പെട്ടുമൊക്കെ കഴിയുന്നത്. പക്ഷെ അൽഫോൻസമ്മയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും അങ്ങനെ കേട്ടിട്ടില്ല. അവൾ എപ്പോഴും സന്തോഷിച്ചിരുന്നു എന്ന് പറയുന്നത്. ഈ വേദനകളൊന്നും അവളെ ഒരുത്തിലേക്കും കൊണ്ടുപോയി തള്ളിയില്ല. ഒരു നിരാശയിലേക്കോ അല്ലെങ്കിൽ വിഫലബോധത്തിലേക്കോ ഒന്നും. അപ്പോൾ അമ്മയുടെ അടുത്ത് ഒരിക്കൽ ചോദിച്ചു, അമ്മ ഈ കിടക്കുന്നതിൽ അമ്മ സന്തോഷം കണ്ടെത്തുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും വേദനകളെയൊക്കെ അമ്മ പുഞ്ചിരിപൂർവ്വം നേരിടണേ? അതിന് പരിശുദ്ധ അമ്മയുടെ ജപമാല കാണിച്ചുകൊണ്ടിട്ടാണ് ഈ അൽഫോൻസമ്മ ഇങ്ങനെ ഈ ജപമാല ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറയുക, പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്ന ആർക്കാ സഹനങ്ങൾ? അല്ലെങ്കിൽ പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്ന ആർക്കാ സഹനങ്ങളിൽ തളരുക? സഹനങ്ങളുണ്ട്, പക്ഷെ ആ സഹനങ്ങളൊക്കെ എനിക്കൊരു സങ്കീർത്തനം പോലെ ഫീൽ ചെയ്യുക. നമുക്കിങ്ങനെ ഒന്ന് ചിന്തിക്കാം. ഒരുപക്ഷെ വല്ലാത്ത വേദനയിലൂടെ ആയിരിക്കും നമ്മളിന്ന് എഴുന്നേറ്റിട്ടുണ്ടാവുക. കടബാധ്യതയായിരിക്കാം, കിടപ്പ് രോഗിയായിട്ടുള്ള മാനസികമായിട്ട് ഒത്തിരി തകർന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ടവരൊക്കെ ആയിരിക്കാം നമ്മൾ. പക്ഷെ ഇന്ന് നമുക്ക് തീരുമാനിക്കാം. ഇന്നലെ വരെ ഒരു പക്ഷേ ഈ ഒരു വേദനയൊക്കെ ഓർത്ത് നമ്മൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇന്ന് നമുക്കൊന്ന് സന്തോഷിക്കണം. അത് മാതാവിനോടൊത്ത് നമുക്കൊന്ന് സന്തോഷിക്കാൻ പറ്റണം. അമ്മ നമ്മളെ സഹായിക്കുന്നവളാണ്. നമ്മുടെ വേദനകളിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നവളാണ്. അമ്മ സഹായിക്കാത്തതായിട്ട് ആരാ ഉള്ളത്? സങ്കടപ്പെടുമ്പോൾ, നിലവിളിക്കുമ്പോൾ അമ്മ ഓടി വന്നിട്ട് പറയില്ലേ, നിനക്ക് ഞാനുണ്ട് എന്ന്? ആ അമ്മ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇരവ് പകലോളം ഈ രാത്രിയുടെ യാമങ്ങളിലും വേദനയുടെ നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്ന് വിചാരിച്ച് ആവേ മരിയ എന്ന് പാടി നമുക്ക് ഈ ജീവിതം കർത്താവിന് സമർപ്പിക്കാം. ആവേ 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 മരിയ, ആവേ 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 മരിയ. വിശുദ്ധ അൽഫോൻസമ്മ ആവേ മരിയ പറയുന്നത് പോലെ നമുക്കും ഇന്നേ ദിവസം നമ്മുടെ വേദനയുടെ സമയങ്ങളിൽ ആവേ മരിയ പറയുന്നവരായിട്ട് തീരാം.